ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കല്യാണിനെ വിളിച്ചിരിക്കുകയാണ് കാർത്തിക ലക്ഷ്മി അമ്മയും കൂടി. കാർത്തിക പറയണേ അവിടുത്തെ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ. അതുകൊണ്ടാണ് ഈ പോലീസുകാര് ഇടയ്ക്കിടയ്ക്ക് ഈ അന്വേഷണവുമായിട്ട് കിരണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. കാർത്തിക പറയുന്നുണ്ട്, അതേമേ ഈ സിയെ തന്നെ 2-3 പ്രാവശ്യം കിരണിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ പലരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കിരണിന്റെ അടുത്തും കല്യാണിടത്തും തന്നെ അറിയണം എന്ന് ലക്ഷ്മി അമ്മ പറയാണ്. ആ സമയത്ത് കല്യാണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണോ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിടേക്ക് കിരൺ വരുന്നുണ്ട്. കല്യാണി, നീ എന്തീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കിരണേട്ടാ, കാർത്തികേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരും ഉടനെ തന്നെ പെട്ടെന്ന് കാണണമെന്നാ പറഞ്ഞത്. അതെന്താണാവോ? കാർത്തികൻ തിരിച്ചു പോവാൻ പോവല്ലേ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മളെ കാണാനായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അതിനാണെന്ന്. എന്തോ വെറുതെ ടെൻഷനിലും ദേഷ്യത്തിലൊക്കെയാ ചേച്ചി വിളിച്ചത്. അതെന്താണാവോ? അല്ല കിരേട്ട, ഇനി ആ ബഗാസുരനെങ്ങാനും അങ്ങോട്ട് പോയി കാണോ? അയ്യേ, അയാൾ എന്തിനാ അങ്ങോട്ട് പോണത്? അതൊന്നും ആയിരിക്കില്ല. ഇനി സ്റ്റെഫിയുടെ ഗുണ്ടകളെങ്ങാനും അങ്ങോട്ട് പോയി കാണോ എന്ന് കിരൺ ചോദിക്കാണ്. അറിയില്ല കിരണേട്ട, വാ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണും കൂടി വേഗം തന്നെ കാർത്തികയുടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ എത്തിയിട്ട് വാതിലും വിട്ട് അവരകത്തേക്ക് കയറുന്നുണ്ട്. എന്താ ഞങ്ങൾ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നിവിടെ ആ CA വന്നിരുന്നു. CA മാർട്ടിൻ. CAയോ? അതെ, അയാൾ കുറെ ചോദ്യമൊക്കെ ചോദിച്ചു. കതിർ മണ്ഡപത്തിൽ ഗംഗപ്രസാദ് വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങക്ക് വന്നില്ല എന്ന് പറയാൻ പാടില്ലേ എന്ന് കിരൺ പറയാണ്. കാർത്തിക പറയണ്ട, അതെ വന്നില്ലെന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിച്ചത്. വന്നില്ലെന്ന് തന്നെ ഞങ്ങൾ തറപ്പിച്ച് പറയുകയും ചെയ്തു. ആ സമയത്ത് പെൻഡ്രൈവില് ഒരു വീഡിയോ അയാൾ കാണിക്കുമായിരുന്നു. അതിലെ ഗംഗപ്രസാദ് മതിൽ ചാടി വരുന്ന ദൃശ്യം അയാൾ കാണിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് കിരൺ ഭയങ്കര തിരക്കിലായിരുന്നു. ചോറുണ്ണാൻ പോലും കിരൺ നിന്നില്ല. താലികെട്ട് സമയത്ത് കിരണിനെ കാണാതായപ്പോ കല്യാണം ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സത്യം പറ കിരണെ, എന്താ അന്ന് സംഭവിച്ചത്? ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഗംഗപ്രസാദ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം അവൻ ഓഡിറ്റോറിയത്തിൽ കയറിയ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. തിരിച്ച് അവൻ പോയിട്ടുമില്ല. അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും കൊലപാതകം നടത്താതെ അവൻ പോവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഗംഗേനെ ഇത്ര വർഷമായിട്ട് അറിയാവുന്നതല്ലേ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും കാര്യം പറ, ഞങ്ങളടുത്ത് പറ. ഞങ്ങൾക്കല്ലേ അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് എന്ന് കാർത്തിക പറയാണ്. ആ സമയത്ത് കിരൺ ഒന്നും മിണ്ടുന്നില്ല. ശേഷം കിരൺ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, കല്യാണി ഇവരോട് പറയാല്ലേ? കിരണേട്ടന്റെ ഇഷ്ടം എന്ന് പറയാണ്. കിരൺ പറയണ്ട്, ഞാൻ ഈ കാര്യം ആദ്യം പറഞ്ഞത് കല്യാണിയുടെ അടുത്താ. ഇപ്പോ നിങ്ങളടുത്ത് പറയാം അന്ന് എന്താ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞിട്ട് കിരൺ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയടുത്തും കാർത്തിക അടുത്തും പറയാട്ടോ. അത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. കിരൺ പറയുന്നുണ്ട്, ഗംഗപ്രസാദ് വന്നിരുന്നു. കാർത്തികയും ദിലീപും താലിയിട്ട സമയത്ത് അവൻ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അവനെ പിടിച്ച് അവിടെ പാചക റൂമിൽ കൊണ്ട് ഇടിച്ച് നിരപ്പാക്കി. പിന്നീട് അവിടെ അടി പിടി കഴിഞ്ഞിട്ട് അവനെ ഓടി രക്ഷപ്പെടാൻ പോയപ്പോഴേക്കും കിരണിന്റെ കണ്ണിലേക്ക് മണ്ണിട്ടാണ് ഓടിയത്. കിരൺ കണ്ണൊക്കെ കഴുകിയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും അവരുടെ ചത്ത് കിടക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് കിരൺ പറയാണ്. അതിനുശേഷം താനും വേലും രതീഷും കൂടി ഒരു പായയിൽ പിടിച്ച് കെട്ടി വലിച്ചു മുറുകെ കെട്ടി കാറിന്റെ ഡിക്കിയിലാക്കി. പിന്നീട് കിരണിന്റെ വീട്ടിന്റെ പുറകുവശത്ത് കൊണ്ടിട്ട് അവിടെ കുഴി വേലും എടുത്തതിനു ശേഷം രതീഷും വേലും അതുപോലെ കിരണും കൂടി ആ കുഴിയിലേക്ക് ഗംഗപ്രസാദിനെ കൊണ്ട് ഇടുകയും ആ കുഴി അടക്കുകയും പിന്നീട് ആ കുഴിയുടെ മുകളിൽ ഒരു തെങ്ങും തൈ വെക്കുകയും ചെയ്തു വേലു എന്ന് പറയുന്നുണ്ട് കിരണ്. കല്യാണി പറയണ്ട, അതെ ചേച്ചി, കിരണേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ്. കിരണേട്ടന്റെ വീട്ടിൽ വരികയാണെങ്കിൽ പുറകുവശത്ത് ആ തെങ്ങ് കാണാം എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, ആ തെങ്ങ് ഇപ്പൊ വളരുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ ഒരു പാകത്തുമ്പോ ആ തെങ്ങ് വെട്ടിക്കളയണം. ആ തെങ്ങിന്ന് ഒരു തേങ്ങ പോലും ഞങ്ങൾക്കാർക്കും വേണ്ട എന്ന് പറയണം. ലക്ഷ്മി പറയണ്ട, മോനെ നീ ചെയ്തത് വലിയ കാര്യമാണ്, വലിയ കാര്യം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച കാര്യമാണ് മോൻ ചെയ്തത്. കാർത്തിക പറയണ്ട്, അതെ, പക്ഷെ ആ പോലീസുകാരൻ നന്നായിട്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് വല്ലാത്ത ടെൻഷൻ പോലെ. കിരണെ, ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി എങ്ങനെ വരും? കിടക്കണമെങ്കിൽ കിടക്കേണ്ടി വരട്ടെ എന്ന് പറയുമ്പോഴേക്കും അത് പറ്റില്ല. എങ്ങനെയെങ്കിലും പണവോ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ കേസ് പിൻവലിപ്പിച്ചേ പറ്റൂ. കിരൺ പറയണ്ട്, അങ്ങനെ പണം വെച്ച് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ എന്റെ അച്ഛൻ എന്നേ അത് ചെയ്താനെ. ആ CA മാർട്ടിൻ അങ്ങനെ പണത്തിലും കൈക്കുള്ളിലും വീഴുന്ന ഒരാളല്ല. അയാളെ കുറ്റം പറയാനും പറ്റില്ല. അയാൾക്കൊരു കേസ് വന്നാൽ അല്ലെങ്കിൽ ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടൊരു കേസ് വരാ, അയാൾക്കത് തെളിയിക്കണ്ടേ? അയാൾ അതേ ചെയ്യുന്നുള്ളൂ. പിന്നെ സത്യസന്ധനായിട്ടുള്ള പോലീസുകാരനായതുകൊണ്ട് കൊലയാളിയാണോ കൊലപ്പുള്ളിയാണോ പിടികിട്ടാപ്പുള്ളിയാണോ എന്നൊന്നും അയാൾ നോക്കുന്നില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് കിരണും പറയാണ്. അപ്പൊ കല്യാണി പറയണ്ട, ഏത് സമയത്തും അറസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, കാർത്തികേ ലക്ഷ്മിമേ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ അകത്ത് പോയാലും എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇവള് ധൈര്യത്തോടെ ഇവള് നിൽക്കും. കാർത്തിക പറയണ്ട, അതൊക്കെ മുമ്പാ കിരണേ, ഇവൾക്കിപ്പോ ഇല്ലാതെ
പറ്റില്ലെന്നായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റുമെന്ന്. കല്യാണിയുടെ അമ്മ മരിച്ചേ പിന്നെ അവളുടെ ആകെയുള്ള ധൈര്യമൊക്കെ ചോർന്നു പോയി. ഇനിയിപ്പോ നിനക്ക് ഇതിന് സംഭവിച്ച അവൾക്കത് സഹിക്കാൻ പറ്റില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ കാർത്തികേച്ചി എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കണം നമ്മുടെ രൂപേനെയും ഷാരിനെയാണ്. അവരടക്കള ഒരു പണിയിലാണ്. രൂപ അരിയിടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചോന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ആ സമയത്ത് യാമിനി അവിടേക്ക് യാമിനിയല്ല ഷാരി പറയുന്നുണ്ട്, ഷോ ഈ യാമിനി പോയിട്ട് എത്ര ദിവസമായി രൂപേ, അവൾക്ക് എന്താ ഇങ്ങോട്ട് വരണോന്നൊന്നില്ലേ? രൂപ പറയണ്ട് അവൾ അവളുടെ കാര്യം നോക്കി നിന്നോട്ടെ, അവളെ ഞങ്ങൾക്ക് ആവശ്യം, അല്ലാതെ നിന്നെയല്ല. അവള് പറഞ്ഞിട്ടല്ലേ പോയത്, അവള് വന്നോളും എന്ന് പറയാണ്. ആ സമയത്ത് കുഞ്ഞു ഉമ്മർത്തിരുന്നിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് രാഹുല് വരുന്നത് കേട്ടോ. രാഹുല് കുഞ്ഞെ കാണുമ്പോ ആഹാ മോളെ, കൺമണി മോളെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കാണ്. ആ ശബ്ദം കേട്ട് രൂപ പറയുന്നുണ്ട്, അത് അവന്റെ ശബ്ദമല്ലേ, നിന്റെ ഭർത്താവിന്റെ നേരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാരി ഉമ്മറത്തേക്ക് പോയി നോക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ രാഹുല് കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കാട്ടോ. എടോ കുഞ്ഞിനെ കൂടെ താടോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കാണ് ഷാരി. ഷാരി, ഞാൻ നിന്നെയും കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്, താൻ എന്തിനാണ് ഞങ്ങളെ കാണുന്നത്, ഇറങ്ങി പോടോ വിടുന്ന് എന്ന് പറയാണ് ഷാരി. ആ സമയത്ത് അവിടേക്ക് ചന്ദ്രസേനൻ വരുന്നുണ്ട്. രാഹുലിനോട് പറയണ്ടേടാ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇറങ്ങി പോടാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസേന, ഞാൻ പറഞ്ഞോട്ടെ, വേണ്ട നീ ഒന്നും പറയണ്ട, നീ എന്തിനാടാ കുഞ്ഞിനെടുത്തത്, കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാ, കുഞ്ഞുവിട്ടുന്ന് കളിക്കുന്നത് കണ്ടു, അതുകൊണ്ട് കുഞ്ഞിനെടുത്തതാണ്. കുഞ്ഞിനെടുക്കണടാ, കുഞ്ഞിന്റെ അപ്പൂപ്പനായിട്ട് നിന്നെ കാണുന്നില്ല. കുഞ്ഞെ അപ്പൂപ്പനായിട്ട് കാണുന്നത് എന്നെയും അമ്മുമ്മയായിട്ട് കാണുന്നത് രൂപേനെയും പിന്നെ ഷാരിയും താരയൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞ് അച്ഛനായിട്ട് കാണുന്നതും കിരണിനെയാണ്. കുഞ്ഞ് കാണാൻ പാടാത്ത രണ്ട് മുഖങ്ങൾ നിന്റെ മനോഹരന്റെയാണ്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിന്റെ അടുത്ത് വരുന്നത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനൻ പിടിച്ച് ഇറക്കാണ്, തള്ളി ഇറക്കാണ്. എന്നിട്ട് ചന്ദ്രസേനൻ പറയുന്നുണ്ട്, നീ മുമ്പ് ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വീട്ടിൽ നിന്ന് തള്ളി ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം എത്ര പ്രാവശ്യം എനിക്കിവിടെ തള്ളി ഇറക്കാൻ പറ്റിയിട്ടുണ്ട് നിന്നെ, അതൊക്കെ ഓരോ നിയോഗമാടാ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറയാണ്. അയ്യോ ചന്ദ്രസേനൻ, ഞാൻ പഴയ ആളല്ല, ഞാൻ പുതിയ ആളാണ്, എനിക്ക് പഴയ സ്വഭാവം ഒന്നുമില്ല. എടാ നിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്നും നീ ജയിലിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടിന്നൊക്കെ മനോഹറെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനോഹരനോട് പോലും സ്നേഹവും കാര്യമൊന്നുമില്ല. കാരണം കുഞ്ഞൊരിക്കലും നിന്നെ മനോഹരനെ കാണാൻ പാടില്ല, ഞങ്ങൾക്കും ഇഷ്ടമല്ല. നിങ്ങൾ രണ്ടു തരത്തിൽ കുറ്റം ചെയ്തവരാണ്. പക്ഷെ അവൻ നന്നായി, എന്നാലും അവനെ പോലും ഞങ്ങൾ അടുപ്പിക്കണില്ല, പിന്നെയല്ലേ നിന്നെ, ഇറങ്ങി പോടാ എന്ന് പറയാണ്. അപ്പോ രാഹുൽ പെണ്ണ്, എന്റെ മോളെ പോയി ഞാൻ വിളിച്ചു, അവള് പോലും എന്റെ ഫോൺ എടുക്കുന്നില്ല, എന്നെ വിളിച്ചു പോരുന്നാ പറയണത്. അവളിപ്പോ നല്ല കുട്ടിയായടാ എന്ന് ചന്ദ്രസേനൻ പറയാണ്. ഞങ്ങളൊക്കെ പറയട്ടെ, അവളുടെ സ്വഭാവം ആകെ മാറി, പിന്നെ കുഞ്ഞിനെ അവൾ ഇവിടെ ഏൽപ്പിച്ചിരിക്കുക, അതുകൊണ്ട് കുഞ്ഞിന്റെ സ്വഭാവം വഴി തെറ്റില്ല. കുഞ്ഞു നല്ല മിടുക്കിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അവൾക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം ഞങ്ങൾ നോക്കി നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല, ഇറങ്ങിപ്പോ എന്ന് പറയാണ്. ആ സമയത്ത് രൂപ അരിക്കി വെച്ച് ആ തിളച്ച വെള്ളം ഒരു കപ്പിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഉമ്മറത്തേക്ക് വന്നിട്ട് രാഹുലിന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ വേണ്ടി നോക്കുമ്പോ രാഹുൽ അത് കൈ വെച്ച് തടയുന്നുണ്ട്. അപ്പൊ കൈയാണ് പൊള്ളുന്നത്. രൂപേ, നീ എന്ത് വെള്ളം എനിക്ക് ഒഴിച്ചത്? അപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, നിനക്ക് ഞങ്ങള് തണുത്ത വെള്ളം ഒഴിക്കാടോ, ചൂടുള്ളല്ലാണ്ട് പിന്നെ എന്താണ് നിനക്കൊക്കെ ഒഴിക്കേണ്ടത്? രൂപ പറയാണ്, തല വഴിയാണ് ഒഴിക്കേണ്ടിയിരുന്നത്, പക്ഷേ അപ്പോഴേക്കും കൈവച്ച് തടത്തല്ലോ. ദേ ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിളച്ചെണ്ണ തല വഴി ഒഴിക്കും. രൂപ, എനിക്ക് നിങ്ങളുടെ ഒരു ദേഷ്യമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ, നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ വന്നത് എന്ന് പറയുമ്പോഴേക്കും ഇറങ്ങി പോടോ, അയാള് വന്നിരിക്കുന്നു എന്നൊക്കെ രൂപ പറയാണ്. അപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, കരയടാ, നീ നന്നായിട്ട് നീ കരഞ്ഞ് ഇല്ലാതാവണം, പോയി ജയിലിൽ പോടാ എന്ന് പറയുമ്പോ രാഹുല് മനസ്സിൽ വിചാരിക്കണം, ആടാ ഞാൻ ഇപ്പൊ കരയൂ, പക്ഷെ നിങ്ങൾ ഇപ്പൊ ചിരിക്കായിരിക്കും, പക്ഷെ 4 ദിവസം നിങ്ങളെ കണ്ണിന് ചോര പൊടിയും, നെഞ്ചിൽ നിന്ന് ചോര പൊടിയും, അത് കാണാൻ വേണ്ടി ഞാൻ വരോടാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.